പാർട്ടിയുടെ ജില്ലയിലെ ഏക MLA ആണ് ഉള്ളത്. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഈ ഇതിനെ കുറിച്ച് ഏക MLA ആണോ അതിനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഇന്നലെ വന്ന ആരോപണത്തിൽ പേരുണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇന്ന് ഹണി ഭാസ്കറിന്റെ എഴുത്തുകാരി ഫേസ്ബുക്കിൽ ഈ കമന്റുകൾ അടക്കം, അതായത് സ്ക്രീൻഷോട്ടുകൾ അടക്കമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ പടി കടന്നപ്പോഴാണ് AICC അടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നത്. എന്നിട്ടും DCC പ്രസിഡന്റ് അറിഞ്ഞില്ല അല്ല, അത് ശരിയാണ്. എനിക്ക് അറിയാത്തത് അറിയില്ല എന്ന് ഞങ്ങൾ പറയാൻ പറ്റില്ല. എനിക്കറിയില്ല, നോക്കട്ടെ. ഇതിനെക്കുറിച്ച് എന്തായാലും ഞാൻ പ്രതികരിക്കാം. ഇതിനൊരു വ്യക്തത വരണം. ആവട്ടെ, വ്യക്തത അറിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ പ്രതികരിക്കാം. ഇല്ല, ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഇല്ലാത്തവിടെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ, ഇല്ലാതെ ബന്ധപ്പെടേണ്ട കാര്യമില്ല. ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ 100% നിങ്ങൾ പ്രതികരിക്കും, ഉറപ്പായി. ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്നിട്ട് ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. അതാരായാലും അത് തർക്കം, അത് കോൺഗ്രസിന്റെ നയമാണ്, അല്ല എന്റെ നയമാണ്. കോൺഗ്രസ് ഒരു കാരണവശാലും അനാവശ്യമായിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരാളെയും വെച്ച് കുറിക്കുന്ന തർക്കമുണ്ട്. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നൊരു വിവരം വരുന്നുണ്ട് ഡൽഹിയിൽ. എനിക്കറിയില്ല, അറിയാത്തതിന് വിട്ടേക്ക്. രാജിവെക്കുകയാണെങ്കിൽ ഇത് വ്യക്തത വരികയാണെങ്കിൽ 100% അപ്പൊ ഞാൻ പ്രതികരിക്കാം. എനിക്കറിയാം. മറ്റൊന്ന് സ്കൂളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ RSS കേന്ദ്രം റൈഡ് ചെയ്യണമെന്നൊക്കെ CPM DCC പ്രസിഡന്റിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നും അറിയില്ല, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല എന്നാണ് DCC പ്രസിഡന്റ്, പാലക്കാട് DCC പ്രസിഡന്റ് പ്രതികരിച്ചിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ആ വിഷയങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ കണ്ടറിയേണ്ടതാണ്. ധനസുബോധ് ചേരുന്നുണ്ട്. ധനസുബോധ്, ഇവിടെയുള്ള പ്രശ്നം കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പോലും ഈ വിഷയത്തിൽ വലിയ പ്രതികരണം നടത്തിയിട്ടുണ്ട്. കാരണം ഇത് സ്ഥിരമായി കേൾക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സ്ഥിരമായി കേൾക്കുമ്പോൾ ഇനി ചിരിച്ചു തള്ളാൻ സാധിക്കില്ല എന്നൊക്കെ അവർ പലയിടത്തായി പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ഒരു അഭിപ്രായം യൂത്ത് കോൺഗ്രസിനുള്ളിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഹണി ഭാസ്കറിന്റെ പോസ്റ്റിൽ നമ്മൾ കണ്ടതാണ്, ഇവർക്കൊപ്പമുള്ള, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ള ആളുകൾ തന്നെയാണ് തന്നോട് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞത് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം യൂത്ത് കോൺഗ്രസിനുള്ളിൽ കൂടി എന്തോ നടക്കുന്നുണ്ട് എന്നതല്ലേ വ്യക്തമാവുന്നത്? ഇത് യൂത്ത് കോൺഗ്രസിൽ ഈ പ്രശ്നമുണ്ടായപ്പോൾ തന്നെ ആദ്യം മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ മറ്റു പ്രവർത്തകരോട് പറഞ്ഞത് ഇക്കാര്യത്തിൽ ആരും പ്രതികരിക്കരുത് എന്നായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ സത്യം പുറത്തു കൊണ്ടുവരണം, അത് അല്ലെങ്കിൽ ഈ പരാതിക്കാർക്കെതിരെ കേസ് കൊടുക്കണം, അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. കാര്യം ഈ പരാതി പറയുന്ന പെൺകുട്ടികൾ പലരും മറ്റു സംഘടനയിൽ പ്രവർത്തിക്കുന്ന മറ്റു സ്ത്രീകളെ കുറിച്ചുകൂടി ആക്ഷേപം വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധയിൽ പ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായിരിക്കുന്ന ഒരു സമിതിയുടെ ഭാഗമായി എങ്ങനെ തുടരും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ അകത്തുനിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം ഇതിനകം ചോദിക്കുന്നതാണ് വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോയത്. കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ ഈ തരത്തിൽ ഒരു പ്രതികരണവും ഇക്കാര്യത്തിൽ വേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നീക്കിയില്ലെങ്കിൽ പരസ്യമായിട്ട് തന്നെ പ്രതികരിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഹൈക്കമാൻഡിനോട് അറിയിച്ചിരുന്നു. കാരണം ഈ സ്ത്രീ വിഷയം, സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല സമാനമായ പല സംഭവങ്ങളും ഡിവൈഎഫ്ഐ നേതാക്കന്മാർക്ക് വരെ ഉണ്ടാകുന്നൊരു സമയത്ത് എല്ലാം വളരെ ശക്തമായിട്ട് തന്നെയാണ് കോൺഗ്രസ് പ്രതികരിച്ചിരുന്നത്. ഇനി അങ്ങനെയുള്ളൊരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രതികരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല, സംസ്ഥാനത്തെ കോൺഗ്രസ് തന്നെ നേരിടാൻ പറ്റിയൊരു വിഷയമല്ല. അത്ര മോശമായ വിഷയത്തിലാണ് ഈ തീരുമാനമെടുക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു നിലപാടിലേക്ക് കോൺഗ്രസിന് കടക്കേണ്ടി വരുന്നത്. കോൺഗ്രസിൽ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യില്ല, കാരണം അവർ തന്നെ പ്രതിസന്ധിയിലാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം കൂടിയുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. രാജിവെക്കാൻ തയ്യാറായില്ല, ഇല്ലെങ്കിൽ സന്നദ്ധനല്ല എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ തൂക്കിയെടുത്ത് പുറത്തു കളയാം എന്ന് തന്നെയല്ലേ കോൺഗ്രസിന്റെ തീരുമാനം? ധന്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൂക്കിയെടുത്ത് പുറത്തു കളയുന്നതിന് ചെറിയ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ആ കാര്യം നേരത്തെ ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള സംസ്ഥാന അധ്യക്ഷന്മാർ അവർ പദവി കഴിഞ്ഞിട്ടും അവരുടെ ഒരു പിരീഡ് കഴിഞ്ഞിട്ടും വീണ്ടും അധ്യക്ഷ സ്ഥാനത്ത് തന്നെ തുടരുകയായിരുന്നു ചെയ്തിരുന്നത്. ഷാഫി പറമ്പിലും അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അധ്യക്ഷ പദവി കഴിഞ്ഞതിന് ശേഷവും നീണ്ടനാൾ അവർ പ്രസിഡന്റായിട്ട് തന്നെ തുടരുകയായിരുന്നു ചെയ്തത്. പക്ഷേ അങ്ങനെ തുടരുന്നവരെ തീർച്ചയായും എടുത്ത് കേന്ദ്ര നേതൃത്വത്തിന് ഒരു ഒറ്റവരി പത്രക്കുറിപ്പിലൂടെ
നീക്കം ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രധാന പ്രശ്നം, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ പോലും ആ ഒരു കാലാവധി ഇതുവരെ പൂർത്തിയായിട്ടില്ല. കാലാവധി പൂർത്തിയാക്കാത്ത ഒരാളെ നേരിട്ട് ഈ AICC സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ഒരു കത്ത് മുഖേന പുറത്താക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് AICC ആസ്ഥാനത്തു നിന്നും കൃത്യമായ നിർദ്ദേശം യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷ തന്നെ പോയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട MP-മാരോട് അടക്കം ഈ തരത്തിലുള്ള രാജിവെക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഇനി രാജിവെച്ചില്ലെങ്കിൽ ചെയ്യേണ്ട ഒന്നാമത്തെ രീതി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവിനോടും KPCC പ്രസിഡന്റിനോടും ഒരു റിപ്പോർട്ട് ചോദിച്ചു വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഇത് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള അവമതിപ്പ് കേരളത്തിൽ സൃഷ്ടിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് അവർ നൽകുന്ന ആ തത്സമയം തന്നെ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്ന് സ്വയം രാജിവെച്ച് പോവുക, അല്ലെങ്കിൽ AICC നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് ഒരു പുറത്താക്കൽ നടപടി നേരിടുക. ഈ പുറത്താക്കൽ നടപടി നേരിട്ടാൽ അത് പിന്നീട് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ MLA ആയി തുടരുന്നതിനോ അടക്കം വലിയ തരത്തിലുള്ള ഒരു മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന റിപ്പോർട്ടിനനുസരിച്ചാണ്. ആ റിപ്പോർട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് പറയുന്നു എന്നുള്ളതാണ്. രാഹുലിനെ സപ്പോർട്ട് ചെയ്ത ഒരു വാക്ക് പോലും അതിൽ എഴുതാൻ നേതാക്കൾക്ക് സാധിക്കില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം അത് അങ്ങനെയാണെങ്കിൽ ആ പരാതിക്കാരെ ഇല്ലെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച ആളുകളെ കൂടുതൽ അപമാനിക്കുന്ന രീതിയിലാകുമെന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്.